അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഹബീബ്മാരെ, ഇപ്പോൾ എല്ലാ ജാഗിലും പനിയേറ്റിക്കിട്, മക്കൾക്കും ബലിയങ്കും പനിയേറ്റിക്കിട്. ഒരു ആറൈത്ത് പോവാ ഭയങ്കര പനി വന്നുകൊണ്ടുണ്ടു. ഡോക്ടർക്ക് കാട്ടിയ മരുന്ന് എത്ര കുടിച്ചിട്ടുണ്ടെങ്കിലും പനി സുമറാവിടെയില്ല. ബ്ലഡ് ടെസ്റ്റും ആക്കിയ ആയെങ്കിലും പനി കുറേ ആവില്ല എന്ന് ചൊല്ലണമെങ്കിൽ കുറേ ആൾമാർ എനിക്കൊരു ആൾമാർ എന്തിനാവും എൻ്റെ കിടാവ് പണി സ്റ്റാർട്ട് ചെയ്ത് കിടന്ന് കിടാവ് എനിക്കിരമേ ഇല്ല 24 ഗಂಟೆ കിടവ് തട്ടിട്ടേ വേണു ഒറുക്ക കിടവ് ഒന്ന് സുമറായി കിട്ടിയ മയ്യോത്ത് എത്ര മറന്ന് കൊടുത്തിട്ടും ആ കീടോടെ പനി സുമറാവില്ലേ ഒർക്ക സുമറാവോട് പിന്നെയും പനി വന്നുകൊണ്ടുണ്ടു. പാവ ആ കീടോടെ മുഖം കാണുമ്പോഴൊക്കെ ബേജാറാവു. ഒർക്കം എൻ്റെ കീടവ് നടന്നെങ്കിൽ മയ്യോ ഒന്ന് ഒട്ടിച്ചു ചൊല്ലണമെങ്കിൽ ഉമ്മമാറും അബ്ബമാറും ഒരു സൈഡിലായിട്ടായെങ്കിൽ എന്തു ചൊന്നിട്ടും ഫലമില്ല. എല്ലാ ആൾമാർക്കും പണി കിടവ് കയറ്റിയിട്ട് സ്റ്റാർട്ടായിട്ട് പിന്നെ ആ കിടവ് സുമാറായിട്ടാകുമ്പോൾ വലിയ മോണക്ക് ಬಂತು, പെഞ്ഞയ്ക്ക് ಬಂತು, ഉമ്മക്ക് ಬಂತು, ലാസ്റ്റ് നക്ക് ಬಂತು. എപ്പം ഈ പനി സുമാറാവിടെ ಬಂತಿಲ್ಲ. ജണ്ട് നിങ്ങളായിട്ട് അവത്തരക്ക് മറന്നു പിടിച്ചുകൊണ്ടും മറന്നു പോയിക്കൊണ്ടില്ലേട്ട് ഇങ്ങനെ കുറേ ആൾമാർ ചൊന്നുകൊണ്ടിരിക്കുന്ന ടൈം ആയിട്ടിക്കട്. ഇണ്ട് എഞ്ഞ നോക്കും പനി ആയിട്ടിക്കട്. ഏതൊരായത്തിലും ആർട്ട വിസയാക്കുമ്പോൾ പനിയുടെ വിസയായിട്ടിക്കട്. വലിയങ്ങൾക്കും ചെറിയങ്ങൾക്കും എല്ലാ ആൾക്കുമാർക്കും പണി. അപ്പോൾ ഇണ്ടത്തെ എൻ്റെ ഈ വീഡിയോയിൽ പനി ಬಂದೆಂಟಾയെങ്കിൽ മറന്തല്ല കുടിക്കലോടുകൂടി ആ പനി സുമറാവൂ ആത്മീയമായിട്ട് എന്തിര മന്ത്രിക്കാൻ ചെന്നിട്ടു മഹാന്മാർ നമുക്ക് പടിപ്പാട്ടി തന്നെങ്കിൽ ചില ദിക്റുകളും ദുആകളായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ചാക്കടെ. അത് ചെറിയ മക്കളെ പിടിച്ചിട്ട് വലിയ വയസ്സരങ്ങൾക്ക് ആറുകും നമുക്ക് മന്ത്രിക്കാവൂ. ഈ ചൊന്നതിൽ 2-3 രൂപത്തെ ദുആകളും മന്ത്രങ്ങളും നാം ചൊല്ല. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നും നല്ല നീയത്തോടു കൂടി ആക്കിയെങ്കും അയോടു ഇനി 3 ആക്കിയുണ്ടായെങ്കും നാളെ പണി സുമറാവൂ. ഇതൊരു കാരണം അവിടെ നാണ് ചെന്നിട്ടോ റബ്ബുൽ ഇസ്സത്തായ അള്ളാഹു എല്ലാവിധ പണികളെ തൊട്ട് അള്ളാഹു ഞങ്ങളെയും കുടുംബത്തെയും മക്കളെയും കാത്തു സലാമത്താക്കാട്ടുണ്ട്. ആമുഖമായി ദ്വാർന്നിട്ട് നാണ് വിഷയത്തിൽ കടന്നുകൊണ്ടില്ലേ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു ഇന്നൽ ഹുമ്മ മിൻ ഫൈഹി ജഹന്നം ഫബ്രിദുഹാ ബിൽ മാഇ. പനി ചെന്നുണ്ടായെങ്കിൽ നരകത്തെ ഒരു തീയുടെ ഒരു അംശയിട്ടിക്കട്. അതുകൊണ്ട് തന്നി ബീത്തിയിട്ട് അതിനെ ചെപ്പാക്കോറുണ്ടു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് പഠിപ്പാട്ടി തന്നത്. അപ്പോൾ ഞാൻ ഒന്നാമതായിട്ട് തന്നുകൊണ്ടുള്ളൊരു മന്ത്ര ആ തന്നി യൂസ് ആക്കിയിട്ടുള്ളെങ്കിൽ ഒരു മന്ത്ര ആയിട്ടേക്കട്. ഒരു ഗ്ലാസ് ചപ്പ തന്നെ എടുക്കണു. ഒരു ഗ്ലാസ് ആവുണ്ടില്ല ഒരു പാട്ട് എടുത്തെങ്കോ ആവും. ಅದಕ್ಕೆ ಹಬೀಬಾಯ ಮೊಹಮ್ಮದು റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലൊരു ഫാത്തിഹ ഓതിയിട്ട് ഊതണോ. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് ഊതണോ. അയാൾ പിന്നെ ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അല ഇബ്രാഹിം ചൊല്ലടങ്കത്തെ ആയത്ത് 21 പ്രാവശ്യം ഓതിയിട്ട് അത് കൂതണോ. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അല ഇബ്രാഹിം ചൊല്ലടങ്കത്തെ ആയത്ത് 21 വക്കെ ഓതിയിട്ട് അത് കൂതണോ. അയാൾ പിന്നെ അലം നഷ്റഹ് സൂറത്തുണ്ടല്ലേ, അത് പോകണം നമുക്ക് ഓതണോ. അലം നഷ്റഹ് ലക സദറക് വവളഅന അൻക വിസ്റക് അല്ലദീ അൻഖദ ലഹ്റക് വറഫഅന ലക ദിക്റക് ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഈ ഒരു സൂറത്ത് പോകണം നമുക്കത് കോതിത്തോണോ. അതായത് ഒരു ഫാത്തിഹ നബി തങ്ങളുടെ പേരിൽ, ഒരു ഫാത്തിഹ ഇബ്രാഹിം നബിയുടെ പേരിൽ, ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ ചൊല്ലങ്കത്തെ ഒരു ആയത്ത് അത് 21 വക്ക. അയാൾ പിന്നെ അലം നഷ്റ സൂറത്ത് 3 വക്ക ഊതിട്ട് ആ കിടാവ് ആ തന്നി കൂടി പാട്ടണോ. തെല്ല് ആ തന്നി എടുത്തിട്ട് ആ കിടാവിടെ മുഖത്ത് അടിക്കണോ. പിന്നീട് ആ ഒരു തന്നി തെല്ല് അതൊക്കെ ഒരു തുണിയെല്ലാം മുക്കിയിട്ട് ആ തുണിയുടെ ചണ്ടിയാക്കിയിട്ട് കിടാവിടെ ഇടീ മേല് പൂഞ്ഞിട്ടായെങ്കിൽ പണി ഓൺ ദി സ്പോട്ടിൽ കുറയിടുണ്ടായിട്ടിക്കട് അനുഭവസ്ഥരായ മഹാന്മാർ നമുക്ക് പഠിപ്പായിട്ട് ഇതേ കാര്യം ബലിയങ്ങൾക്കും ആക്കിയിട്ടുണ്ടായെങ്കിൽ അങ്ങനെ പനിയും കുറയിടുണ്ടായിട്ടിക്കട്. പണ്ടത്തെ അജ്ജിമാർ ഔത്ത് ആർക്കെങ്കിലും പണി വന്നിട്ടായെങ്കിൽ ചപ്പ തന്നിക്ക് തുണി മുക്കിയിട്ട് മുണ്ടത്തിൽ വെക്കണമെങ്കിൽ ഒരു സാഹചര്യം ആക്കിക്കൊണ്ടിരുന്നാറ്. ഇപ്പം അതാക്കല് ഇപ്പം മറന്നുകൊണ്ട് പാരസെറ്റമോൾ കുടിക്കല് മറന്നുകൊണ്ടെങ്കിൽ സാഹചര്യം ഇട്ടിക്കട്. ആ അജ്ജിമാർ ആക്കിക്കൊണ്ടിരുന്നത് നബി തങ്ങൾ ചെന്നത് ആ പൽക്കത്തെ ഭാഗം ഇട്ടിക്കട്. പനി ചൊല്ലുകൊടുത്ത് നരകത്തെ തീരെ അംശം ഇട്ടിക്കട്. അതുകൊണ്ട് തന്നി കൊണ്ട് അതിൽ ചപ്പയാക്കുറവുണ്ട് നബി തങ്ങൾ ചെന്ന ഭാഗം ഇട്ടിക്കട് ഉമ്മമാരാക്കിക്കൊണ്ടില്ലേ. അപ്പം എൻ്റെ ഈ ഒന്നാമത്തെ മന്ത്രത്തിലൂടെ ഞങ്ങൾക്ക് ആ ഒരു കാര്യം ഞങ്ങൾക്ക് ആക്കാം ഇൻഷാ അല്ലാഹ്. ായിട്ട് ഒരു ദുആയിട്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീബി റൗത്ത് പോയിട്ടാകുമ്പോൾ സുബൈൽ പിന്നെ ഫാത്തിമ ബീബി കിടന്നതായിട്ട് കണ്ട്. അപ്പോൾ ഫാത്തിമ ബീബിയുടെ നബി തങ്ങൾ കേൾക്കിട്ട് അല്ല ഫാത്തിമ സുബൈൽ പിന്നെ കിടക്കരുത് നല്ലല്ലാണ് നിങ്ങൾ ഗൊന്തുണ്ടല്ലേ പിന്നെന്താ കിടന്നതിനായിട്ട് ഫാത്തിമ ബീബിയുടെ കേട്ടാകുമ്പോൾ നബി തങ്ങളുടെ ഫാത്തിമ ബീബി ചൊല്ലു നബിയെ നക്ക് നാണ് സാധാരണ കിടക്കുമ്പോൾ കിടന്നതല്ല നക്ക് ഇതെന്തും തീരില്ല ഭയങ്കര പണിപണ്ട് അതുകൊണ്ടായിട്ട് നാണ് ബച്ചലിൽ കിടന്നൊരു നബിയായിട്ട് ഫാത്തിമ ബീബി ചെന്നിട്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീബിക്ക് ചൊന്നു കൊടുത്തെങ്കിൽ ഒരു ദുആ ഉണ്ടു.
ആ ദുആ പണി വന്ന ആൾമാർക്ക് മുട്ട ഇന്നങ്ങ മന്ത്രിച്ചു കൊടുക്കണം റേറ്റിക്കട. അത് 6 മന്ത്രിച്ചു കൊടുത്തെങ്കാവോ ഒരു 21 പക്കമാ അല്ലെങ്കിൽ ഒരു 11 പക്കമാ അല്ലെങ്കിൽ 33 പക്കമാ ഈ ഒരു ദുആർന്നിട്ട് തന്നി ഊതിട്ട് പണി വന്ന ആൾമാർ കൂടിപ്പാട്ടി ഉണ്ടായെങ്കിൽ പണി സുമാറാവുണ്ടായിട്ടിക്കട് മഹാന്മാർ ചുന്തുരെ. ആ ദുആ ഇങ്ങനെ ഇട്ടിക്കട് യാ ഹയ്യോ യാ ഖയ്യൂമു ബിറഹ്മതിക അസ്തഗീസ് വമിൻ അദാബിക അസ്തജീർ അല്ലാഹുമ്മ ലാ തകിൽനി ഇലാ നഫ്സി വലാ ഇലാ അഹദിൻ മിൻ ഖൽഖിക ത്വർഫത ഐൻ വഅസ്ലിഹ് ലി ശഅനി കുല്ലഹ്. ഈ ദുആ ആയിട്ട് ഇവിടെ ഫാത്തിമ ബീബിയുടെ പനിസുമറാവുവാനായിട്ട് ഹബീബായ തങ്ങ പടിപ്പാടി കൊടുത്തെങ്കിൽ തരുന്ന ദുആ. ഈ ദുആ ഞങ്ങൾ പനി വന്നെങ്കിൽ മന്ത്രിച്ച് കൊടുത്തെങ്കിൽ അങ്ങനെ മന്ത്രിച്ചെങ്കോ അല്ലെങ്കിൽ ആരെങ്കിലും മന്ത്രിച്ചിട്ട് തന്നി ഊതിട്ട് പോണെന്ന് വെക്ക അല്ലെങ്കിൽ 21 വെക്ക അല്ലെങ്കിൽ 33 വെക്ക ഈ ദുആ ഊതിയിട്ട് തന്നി ഊതി കൊടുത്തിട്ടുണ്ടായെങ്കിൽ പനിസുമറാവുണ്ടായിട്ടിരിക്കണം മഹാന്മാരെ പടിപ്പാട്ട്. മാത്രമല്ല ഫാത്തിമ ബീബിനെ വിധങ്ങൾ പടിപ്പാടി കൊടുത്ത ദുആ ആയിട്ടിക്കട് ഇതായിട്ടിക്കട് രണ്ടാമത്തേത്. എങ്കിൽ ഞങ്ങൾ ആക്കണമെങ്കിൽ മൂന്നാമത്തെ കാര്യ ഒരു നൂലുകു യാസീൻ ഊതുർദൈറ്റിക്കട്. അത് ബെൽത്തെ നൂലാവും അല്ലെങ്കിൽ കറുത്ത നൂലാവും അറനൂലാവും ഏതുമാവും. ഒരു നൂലെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ബദരീങ്ങളെ പേരിൽ ഒരു യാസീൻ ഊതണം. യാസീനിൽ 7 മുബീൻ ബണ്ടല്ലേ, 7 മുബീൻ എത്തുമ്പോൾ അവിടെ ഇഷ്ഫി ചൊന്നിട്ട് ഊതിട്ട് ഓരോരോ മുബീൻ എത്തുമ്പം ഓരോരോ കെട്ടിടണം. അർണോലുകു അല്ലെങ്കിൽ മന്ത്രിക്കുന്ന നൂലുകു കെട്ടിടണം. ഒന്നാമതായിട്ട് മുബീൻ കിട്ടേ കുല്ല ഷൈഇൻ അഹ്സൈനാഉ ഫി ഇമാമിൻ മുബീൻ ചൊന്നിട്ട് എത്തുമ്പോൾ ഇഷ്ഫി ചൊന്നിട്ട് ഊതിട്ട് ഒരു കെട്ടിടണോ. അങ്ങനെ യാസീൻ കണ്ടിന്യൂ ആക്കിക്കൊണ്ട് പോകണോ. രണ്ടാമത്തെ മുബീൻ എത്തുമ്പോൾ അങ്ങനെ ഇഷ്ഫി ചൊന്നിട്ട് ഊതിട്ട് ഒരു കെട്ടിടണോ. യാസീൻ കണ്ടിന്യൂ ആക്കിയിട്ട് പിന്നെ പണ്ടെങ്കിൽ 7 മുബീനിലും 7 വെക്ക ഇഷ്ഫി ചൊന്നിട്ട് ഊതിട്ട് കെട്ടിട്ടിട്ട് യാസീന് പൂർത്തിയാക്കിയാൽ പിന്നെ പനി ബന്നെങ്കത്തെ ആള് അത് ആണാവട്ടെ പെണ്ണാവട്ടെ ചെറിയങ്ങാവട്ടെ ബലിയങ്ങാവട്ടെ അങ്ങനെ ബലത്തെ കൈ കയറ്റിക്കിട്ട് ഞങ്ങൾ കെട്ടിക്കൊടുക്കണമായി. അങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ടായെങ്കിൽ പണിയുടെ ആ വലിയ ചൂടുള്ള കുറഞ്ഞുകൊണ്ട് വന്നിട്ട് പണി കംപ്ലീറ്റ് സുമാറായി പോകുന്നുണ്ടായിട്ടിക്കടെ മഹാന്മാർ ഞങ്ങൾക്ക് പടിപ്പാട്ടി തന്നെങ്കിൽ വിഷയ. യാസീനായിട്ടിക്കടെ മൂന്നാമത് ചൊന്നേ യാസീനിൽ 7 മുബീൻ പണ്ട് ഓരോരോ മുബീൻ എത്തുമ്പോൾ ഇഷ്ഫി ചെന്നിട്ട് ഉറക്ക ഊതിയിട്ട് ഒരു കെട്ടിടണു. അങ്ങനെ 7 കെട്ടിട്ടാൽ പിന്നെ ആ ഒരു അർണോളുടെ അല്ലെങ്കിൽ നൂലിൻ്റെ കറുപ്പാവട്ടെ വെളുപ്പാവട്ടെ അതിൽ ആ രോഗം വന്ന് പനി ബാധിച്ചാളുടെ ബലത്തെ കൈക്ക് കിട്ടുന്നുണ്ടായിട്ടിക്കടെ. അപ്പോൾ ബലത്തെ കൈക്ക് കിട്ടുമ്പോൾ എത്ര വില അർണോൾ എടുക്കണോ അല്ലെങ്കിൽ എത്ര വില നൂറ് എടുക്കണോ ഫസ്റ്റ് ജാഗ്രത ആക്കണോ. അപ്പോൾ മുട്ട കെട്ടിയിട്ടിട്ട് 7 കെട്ടിയിട്ടിട്ട് ആ ഒന്ന് മന്ത്രിച്ചുണ്ടായെങ്കിൽ ആ മന്ത്രിച്ചത് കെട്ടിയുണ്ടായെങ്കിൽ പനി സുമാറാവുന്നുണ്ടായിട്ടിക്കടെ മഹാന്മാർ ഞങ്ങൾക്ക് പടിപ്പാട്ടി തന്നേ. ഇതെല്ലാം നല്ല നീയത്തെ പേരിൽ നല്ല വിശ്വാസത്തെ പേരിലായിട്ടിക്കടെ മറന്നു പോകണ്ടെന്നാണെന്നും ചൊല്ലില്ല. അതെല്ലാം മാക്കളോട് കൂടെ പനി സുമാറാവുക ആത്മീയമായിട്ട് ചെന്നെങ്കിൽ മറന്നിട്ടിരുന്നെങ്കിൽ ഞാൻ ചൊന്നെ. അർഹമുർറാഹിമായ അള്ളാഹു മഹാന്മാരെ ബർക്കത്തുകൊണ്ട് ബദരീങ്ങളെ ബർക്കത്തുകൊണ്ട് എല്ലാവിധ പണികൾ ഏതെല്ലാം രൂപത്തെ പേരിലുള്ള പണികളുണ്ടോ എല്ലാ പണികളെ തൊട്ട് അള്ളാഹു ഞങ്ങളെയും കുടുംബത്തെയും സലാമത്താക്കട്ടെ. ഞങ്ങളെ മാതാപിതാക്കളെ ഭാര്യ മക്കളെ സഹോദര സഹോദരികളെ കുടുംബക്കാർ ആറെല്ലാം ഉള്ളാറ ഞങ്ങളുടെ ദുആ കൊണ്ട് വസിയത്താക്കി ആറെല്ലാം എവിടെല്ലാം ഉള്ളാറ അള്ളാഹു എല്ലാ ആൾമാർക്കും എല്ലാവിധ രോഗത്തിൽ നിന്ന് കാത്തിട്ട് സമ്പൂർണ്ണമായ ആഫിയത്ത് തന്നിട്ട് ദീർഘായുസ് തന്നിട്ട് ഈമാനോട് കൂടി അള്ളാഹു മരിപ്പിക്കട്ടെ. മരിച്ചുപോയ ആൾമാർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും ജന്നത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.